ഇന്നലെ ഗോകുലം ഗോപാലിനെ കൊച്ചി ഇ ഡി ഓഫീസിൽ 6 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി രേഖകൾ സഹിതം മറുപടി പറഞ്ഞു എന്നായിരുന്നു ചോദ്യം ചെയ്ത് കഴിഞ്ഞ് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്നതാ പക്ഷെ വീണ്ടും ഫെമ കേസിൽ ഗോകുലം ഗോപാലിന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ മാസം 22-ന് കൂടുതൽ രേഖകളുമായി ഹാജരാകണം എന്നാണ് നിർദ്ദേശം. നമുക്ക് എന്താണ് ഈ കേസിന്റെ സ്ഥിതി, എന്തുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുന്നത് എന്ന് നോക്കാം. ചിട്ടികളിൽ ചേർത്ത പ്രവാസികളുടെ സമ്പൂർണ്ണ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലിൽ നിന്ന് ഇത്തവണ ആരാഞ്ഞിരിക്കുന്നത്. നേരത്തെ പെൻഡ്രൈവിൽ ഗോകുലം ഗോപാലൻ ഈ വിവരങ്ങൾ കൈമാറിയിരുന്നുവെങ്കിലും അത് പര്യാപ്തമല്ല എന്നുള്ള നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. മറ്റൊരു കാര്യം, പ്രവാസികളെ ചിട്ടികളിൽ ചേർക്കുമ്പോൾ ചില നിയന്ത്രണങ്ങളുണ്ട്. അതേക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് ഇ ഡിക്ക് ഗോകുലം ഗോപാലൻ നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം നാട്ടിൽ ചിട്ടി ചേർന്ന ശേഷം വിദേശത്തേക്ക് പോയവർ ഉണ്ടെന്നും ഗോകുലം ഗോപാലൻ ഇ ഡി അറിയിച്ചിട്ടുണ്ട്. പ്രവാസികളിൽ നിന്ന് ചട്ടം ലംഘിച്ച് 593 കോടി രൂപ ഗോകുലം ഗ്രൂപ്പ് സമാഹരിച്ചു എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ഈ കേസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കൊച്ചിയിൽ നിന്ന് എസ് രാഗിൻ. ഈ പരിശോധനകളും റെയ്ഡും ഒന്നും എമ്പുരാൻ എഫക്റ്റ് അല്ല എന്നാണ് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു വശത്ത് എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടെ പഴയ കേസുകളിൽ നടപടിക്രമങ്ങൾ സജീവമാക്കുമ്പോൾ അതിന് ഒരു ഏറെ മാനം കൽപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം. ചെന്നൈ കൊടമ്പക്കത്തെ ഓഫീസിലടക്കം 20 മണിക്കൂറിലേറെ നീണ്ട റെയ്ഡും പരിശോധനയും ചോദ്യം ചെയ്യലും ഒക്കെ കഴിഞ്ഞാണ് കൊച്ചിയിലേക്ക് ഗോകുലം ഗോപാലിനെ വിളിപ്പിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ വിളിപ്പിക്കുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്, കൂടുതൽ ക്ലാരിഫിക്കേഷൻ നേടാനുണ്ട് എന്നതാണ് ഇ ഡി സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം. 371 കോടിയോളം രൂപയാണ് ചട്ടം ലംഘിച്ച് പ്രവാസികളിൽ നിന്ന് ചിട്ടി ഇനത്തിൽ വാങ്ങിയത്, ക്യാഷായി വാങ്ങിയത്. ഇതോടൊപ്പം 220 കോടി രൂപ ചെക്കായിട്ടും നേടിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ഫെമ വയലേഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ RBIയുടെ നിർദ്ദേശങ്ങൾ, അത് ചില വ്യവസ്ഥകളുടെ വയലേഷൻ കൂടി ഉണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് ഇ ഡി ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കാനുണ്ട്. മാത്രമല്ല ചട്ടം ലംഘിച്ച് കിട്ടുന്ന പണം എവിടെയൊക്കെ നിക്ഷേപിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും നോക്കുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കൂടാതെ 1,50,00,000 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഉൾപ്പെടെ ലഭ്യമാക്കേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും ഇതുൾപ്പെടെയുള്ള വിശദമായ പരിശോധനയാണ് ഗോകുലം ഗ്രൂപ്പുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇ ഡി സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ടെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.